റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം. ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. UK യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കിടയിൽ ചാറ്റ് GPT പോലുള്ള AI ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള അക്കാദമിക് തട്ടിപ്പുകളുടെ എണ്ണം കുത്തനെ ഉയരുന്നതായി കണ്ടെത്തി പ്രമുഖ മാധ്യമം. 2023-24 മാത്രം ഏകദേശം 7000 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 2022-23 1000 വിദ്യാർത്ഥികളിൽ നിന്ന് 1.6 കേസുകൾ റിപ്പോർട്ട് ചെയ്ത സ്ഥാനത്ത് ഇതിപ്പോൾ 5.1 കേസുകളായി ഉയർന്നു. ഈ അധ്യയന വർഷത്തോടെ 1000 വിദ്യാർത്ഥികൾക്ക് ഏകദേശം 7.5 ക്ലാസുകളായി കണക്കുകൾ ഉയരുമെന്നാണ് കണക്കാക്കുന്നത്. അതേസമയം പരമ്പരാഗതമായ കോപ്പിയടി കുറഞ്ഞു വരികയാണ്. ഇത് പഠനകാര്യങ്ങളിൽ വർദ്ധിച്ചു വരുന്ന AI-യുടെ ദുരുപയോഗത്തെ എടുത്തു കാട്ടുന്നതാണ്. ജനറേറ്റീവ് AI-യുടെ വരവിന് മുൻപ് UK സർവകലാശാലകളിലെ അക്കാദമിക് ദുരുപയോഗ കേസുകൾക്ക് മുന്നിൽ 2 ഭാഗവും കോപ്പിയടിയായിരുന്നു. പകർച്ചവ്യാധികളുടെ സമയം വിലയിരുത്തൽ ഓൺലൈനായി മാറിയതോടെ ഇവയുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിച്ചു. 131 സർവകലാശാലകളിൽ നിന്നുള്ള ഡാറ്റയെ അടിസ്ഥാനമാക്കി നടത്തിയ അന്വേഷണത്തിൽ 27% സ്ഥാപനങ്ങളിലും AI ദുരുപയോഗം വെവ്വേറെ ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് കണ്ടെത്തി. കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് UK സർക്കാർ അടുത്തിടെ പുറത്തിറക്കിയ പുതിയ നയരേഖകളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെ അടക്കം ബാധിക്കും. ഇത് നടപ്പാവുന്ന പക്ഷം UK-യിൽ എത്താനും സ്ഥിരതാമസമാക്കുവാനും വലിയ കടമ്പകൾ കടക്കേണ്ടി വരും. അതേസമയം ഉയർന്ന വൈദഗ്ധ്യമുള്ള കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുവാനും നിർദ്ദേശമുണ്ട്. സ്ഥിരതാമസത്തിനുള്ള സ്റ്റാൻഡേർഡ് യോഗ്യതാ കാലയളവ് 5 നിന്ന് 10 വർഷമായി ഉയർത്തുവാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. കെയർ വർക്കർമാരുടെ അന്താരാഷ്ട്ര റിക്രൂട്ട്മെന്റ് അവസാനിപ്പിക്കും. വിദേശത്ത് നിന്നുള്ള തൊഴിലാളികളെ സ്കിൽഡ് വർക്കർ വിസയ്ക്കായി തൊഴിലുടമകൾ സ്പോൺസർ ചെയ്യുവാൻ കഴിയുന്ന ജോലികളുടെ പട്ടിക ചുരുക്കുന്നു എന്നതാണ് മറ്റൊരു ശുപാർശ. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ നിന്നുള്ള സർവകലാശാല വരുമാനത്തിന് ലെവി ഏർപ്പെടുത്തും. ഇറാനിൽ നിന്നുള്ള ബ്രിട്ടീഷ് പൗരന്മാർ പേരും മറ്റു വിശദാംശങ്ങളും ഉൾപ്പെടെ ബ്രിട്ടീഷ് സർക്കാർ ലഭ്യമാക്കുന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ഇറാനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. ആക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിൽ സഹായം ലഭ്യമാക്കേണ്ടതുണ്ടെങ്കിൽ ബ്രിട്ടീഷ് പൗരന്മാർ ഇറാനിലെ ഏതൊക്കെ മേഖലകളിൽ ഉണ്ടെന്നത് വ്യക്തത വരുത്തേണ്ടതുണ്ട്. പേരും മറ്റു വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് പ്രത്യേക സംവിധാനം തയ്യാറാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുവാനെത്തിയ കെയർ സ്റ്റാർമർ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് നിർദ്ദേശം നൽകിയത്. പ്രാദേശിക അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന്റെ വക്താവ് ഇറാനിലുള്ള ബ്രിട്ടീഷ് പൗരന്മാർക്ക് നിർദ്ദേശം നൽകി. UK-യിലെ രഹസ്യാന്വേഷണ ഏജൻസിയായ MI6-ന്റെ തലപ്പത്തേക്ക് ആദ്യമായി ഒരു വനിത എത്തുന്നു. 47 വയസ്സുകാരിയായ ബ്ലെയ്സ് മെട്രവിലിയാണ് 115 വർഷത്തെ ചരിത്രമുള്ള UK രഹസ്യാന്വേഷണ ഏജൻസിയുടെ മേധാവിയാകുന്നത്. ഉടൻ തന്നെ ചുമതലയേൽക്കും. C എന്ന രഹസ്യനാമത്തിലാണ് MI6 മേധാവി അറിയപ്പെടുന്നത്. ജെയിംസ് ബോണ്ട് സിനിമകളിലെ സാങ്കല്പിക MI6 ഏജൻസിയുടെ തലപ്പത്ത് പ്രത്യക്ഷപ്പെടുന്ന മേധാവിക്ക് M എന്ന കോഡ് നാമമാണ് നൽകിയിരുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അത് C എന്നാണ്. വർഷങ്ങളായി ജെയിംസ് ബോണ്ട് സിനിമകളിൽ MI വനിതയാണ് എത്താറുള്ളതെങ്കിലും MI6 തലപ്പത്തേക്ക് യഥാർത്ഥത്തിൽ ഒരു വനിത നിയോഗിക്കപ്പെടുന്നത് ഇപ്പോൾ ഇതാദ്യമായിട്ടാണ്. ഇനി നാട്ടിലെ വാർത്തകൾ. ടോൾ നൽകുന്ന യാത്രക്കാർക്ക് സുഗമമായ റോഡ് യാത്ര ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി. അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുന്നതിനാൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ചൂണ്ടിക്കാട്ടി പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെ ആയിരുന്നു കോടതിയുടെ പരാമർശം. ഇത്തരത്തിൽ യാത്രാ സൗകര്യം നൽകുവാൻ കഴിയില്ലെങ്കിൽ ടോൾ പിരിക്കുവാനും പാടില്ലെന്ന് കോടതി വാക്കാൽ നിരീക്ഷിച്ചു. ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകണമെന്ന് ദേശീയപാത അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി. കേസ് വീണ്ടും ഈ മാസം 25-ന് പരിഗണിക്കും. മണ്ണൂത്തി എടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കും റോഡുകളുടെ അവസ്ഥയും സംബന്ധിച്ച് വ്യാപകമായ പരാതി ഉയരുന്നതിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജികളിലൊന്ന് കോടതിയുടെ പരിഗണനയിൽ വന്നത്. നിലവിലെ അവസ്ഥയിൽ യാത്ര ചെയ്യുന്നത് അങ്ങേയറ്റം ബുദ്ധിമുട്ടാണെന്നും അതിനാൽ ടോൾ പിരിക്കുന്നത് നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട് KPCC സെക്രട്ടറി ഷാജി കൊടങ്കണ്ടത്ത് നൽകിയ ഹർജിയാണ് ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുഷ്താഖ്, ജോൺസൺ ജോൺ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിച്ചത്. ഇന്ധനം തീരാറായ ഘട്ടത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയ ബ്രിട്ടീഷ് നാവികസേനയുടെ യുദ്ധവിമാനത്തിന് സുരക്ഷയൊരുക്കി CISF. സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ X-ൽ CISF ചിത്രം സഹിതമാണ് ഇക്കാര്യം അറിയിച്ചത്. A-35B യുദ്ധവിമാനത്തിന് സമീപം CISF ജവാൻ കാവൽ നിൽക്കുന്നതും സമീപത്ത് കവചിത വാഹനം സജ്ജമായിരിക്കുന്നതും കാണാം. ബ്രിട്ടീഷ് റോയൽ നേവിയുടെ വിമാനവാഹിനി കപ്പലായ HMS പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നും പറന്ന F-35B യുദ്ധവിമാനമാണ് കടലിലെ മോശം കാലാവസ്ഥയും ഇന്ധനക്കുറവും കാരണം കപ്പലിൽ ഇറങ്ങാനാകാതെ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ ശനിയാഴ്ച രാത്രി അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ഞായറാഴ്ച ഉച്ചയോടെ ഇന്ധനം നിറച്ചെങ്കിലും പരിശോധനയിൽ സാങ്കേതിക തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ മടക്കയാത്ര നടന്നില്ല. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് കൊൽക്കത്ത വഴി മുംബൈയിലേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ സാങ്കേതിക തകരാർ. ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം. കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ വിമാനത്തിന്റെ ഇടതുവശത്തുള്ള എഞ്ചിനിൽ തകരാർ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് യാത്രക്കാരെ പുറത്തിറക്കി വിമാനം പരിശോധിക്കുകയുണ്ടായി. തകരാറുണ്ടായതിനെ തുടർന്ന് കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്കുള്ള ടേക്ക് ഓഫ് വൈകി. എയർ ഇന്ത്യയുടെ AI-180 എന്ന വിമാനം സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് നിശ്ചയിച്ച പ്രകാരം യാത്ര ആരംഭിച്ചിരുന്നു. ഇനി കായിക വാർത്തകൾ.
ICC വനിതാ ഏകദിന ലോകകപ്പ് ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ സെപ്റ്റംബർ 30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ശ്രീലങ്കയെ നേരിടും. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നിലവിൽ ഇരു ടീമുകളും അംഗീകരിച്ച് ഹൈബ്രിഡ് മോഡൽ അനുസരിച്ച് നടക്കും. നിഷ്പക്ഷ വേദികളായ കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഒക്ടോബർ 5 നടക്കുക. പാകിസ്ഥാന്റെ എല്ലാ മത്സരങ്ങളുടെയും വേദി കൊളംബോയാണ്. സെമിയിലേക്കും ഫൈനലിലേക്കും പാകിസ്ഥാൻ മുന്നേറിയാൽ ഈ മത്സരങ്ങളും അവിടെയായിരിക്കും നടക്കുക. ഒക്ടോബർ 1 ഇൻഡോറിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ ന്യൂസിലൻഡിനെ നേരിടും. കഴിഞ്ഞ തവണ മത്സരത്തിലെ എതിരാളികളായിരുന്ന ഇംഗ്ലണ്ടുമായുള്ള അവരുടെ മത്സരം ഒക്ടോബർ 22 ഇതേ വേദിയിൽ തന്നെയാണ്. 8 ടീമുകളുണ്ട്. റൗണ്ട് റോബിൻ രീതിയിൽ ഏറ്റുമുട്ടുന്ന ടൂർണമെന്റിൽ ആദ്യത്തെ 4 ടീമുകൾ സെമിയിൽ കടക്കും. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.96 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞ് കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.